ഉപയോഗിക്കണത് വെള്ളത്തിൽ പിടിക്കാൻ സിമ്പിൾ. നമ്മൾ ഒരു വെട്ടിട്ടുണ്ടല്ലോ, അതിലൊരു മീൻ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇത് നമ്മുടെ അവസാനത്തെ വെട്ടാട്ടോ. ഇതിലൊരു മീൻ കിടപ്പുണ്ട്. പുതിയൊരു സാധനം നമ്മൾ തന്നെ ഇത് കണ്ട ഈ കെട്ടി നമ്മൾ പള്ളത്തി പിടിക്കേണ്ടതുണ്ട. അപ്പോൾ പള്ളത്തിന് പിടിച്ചിട്ട് നമ്മൾ പള്ളത്തിൻ്റെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പള്ളത്തിന് പിടിച്ച് നമ്മൾ വെട്ടിട്ടിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ, വരാൽ പിടിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് അതുപോലെ ട്രൈ ചെയ്യാൻ പോകാം. അതായത് നമ്മൾ ഉപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒന്നും കെട്ടിയിട്ടൊന്നുമില്ല. അത് പള്ളത്തി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല അതൊന്ന്. അപ്പോൾ ഈ ഹുക്കാണ് മേടിച്ചേക്കണത്. ഞാനത് എത്ര നമ്പർ ഹുക്കാന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ഒരു വിരലിൻ്റെ അത്ര നീട്ടുള്ളൊരു ഹുക്കാണ് ഇതിന്. വിരലിൻ്റെ ഒരു 1.5 ഇഞ്ച് ഹുക്ക്. നമ്മൾ നേരത്തെ മേടിച്ചത് ചെറുതായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ വേഗം കെട്ടണം. പിന്നെ അത്യാവശ്യം നമുക്ക് വെള്ളത്തിൽ പിടിക്കണം. ഇതിന് നേരെ നമ്മൾ കൂട്ടി പോകണം. ഇതിന് കുഴപ്പമില്ല. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടിടുമ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ മീൻ കിട്ടാറില്ല. ചിലപ്പോൾ മീൻ അടിക്കാറൊന്നുമില്ല. മീൻ കിടപ്പുണ്ട്. കള്ളന്മാരെ മൊത്തം ഒന്നും മരയ്ക്ക് ഫ്രോഗിലൊന്നും അടിക്കണില്ല. നമ്മളിന്ന് എല്ലാത്തിനും പൊക്കാനുള്ള പരിപാടിയാണ്. നമ്മളിതേ പതുക്കെ ചൂണ്ടാക്കി വേണ്ടി സെറ്റ് ചെയ്ത് അതിൻ്റെ ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കെട്ടുക, നേരെ കുപ്പിയിൽ കെട്ടുക, നേരെ ഓരോന്നോരോന്ന് കണ്ടുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം സമയം ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി പള്ളത്തി പിടിക്കണം, പിന്നെ കൊണ്ടുപോയി വെട്ടണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വള്ളത്തിൽ പിടിക്കാനും സമയം കുഴപ്പമില്ല. ഇതിന് വള്ളത്തിൽ എടുപ്പുണ്ട്. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരം പിടിക്കുന്നത് വീട്ടിൽ ഇര പിടിക്കാനത്. കണ്ടത്തിലെ ഇരമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് മീൻ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലിരണം. അപ്പോൾ കുറച്ച് താമസമായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ചിട്ട് മാക്സിമം വേഗം നമുക്ക് മീൻ പിടിച്ചിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോട്ടാം. അപ്പോൾ അധികം വിഷുവിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നണ്ട. എന്നാലും എല്ലാം ശരിക്ക് നമുക്ക് ഇതുപോലത്തെ മീനെ കിട്ടുവാണെങ്കിൽ ഇതിൽ നല്ലൊരു കെട്ടുക്കും വീട് നമ്മൾ എന്തായാലും ചെയ്യുന്നതെടുക്കാം. അപ്പോൾ പോയാലും അങ്ങോട്ട് ഈ ഇരമാട്ടോ നമ്മൾ വള്ളത്തിൽ പിടിക്കാൻ ഉപയോഗിക്കണത്. വള്ളത്തിൽ പിടിക്കാൻ സിമ്പിൾ. ഇത്രയും ഇരം മതി. നേട്ടാൽ അടുത്ത വളർത്തി അപ്പോൾ നമുക്ക് അത്യാവശ്യം മീനെ കിട്ടിയിരുന്നു കേട്ടോ. ഒരു 10-20 അടുത്ത് ഉണ്ടാവും എന്ന് തോന്നണം. ആകെ 20 തൊട്ടേ ഉള്ളൂ. അപ്പോൾ 10-20 ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണം. നമ്മൾ ഈ റോഡിൻ്റെ സൈഡ് മൊത്തം ക്ലീൻ ചെയ്യും കേട്ടോ, കുപ്പി പിറക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുപ്പിയൊന്നും പിറക്കിയിട്ടുണ്ടാകുന്നില്ല വെട്ടിടാൻ വേണ്ടി. ഓരോ കുപ്പി എടുക്കുക. അപ്പോൾ കുപ്പിയൊക്കെ എത്ര കുപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേണ്ടേ എൻ്റെ ഒപ്പം സഹായിക്കാൻ വന്നത് നമ്മുടെ അനസാട്ടോ. അപ്പോൾ ചെറിയ നമ്മുടെ ഒരു വീഡിയോയിലുണ്ട്. വലിയ കുപ്പി നമുക്ക് ആവശ്യമില്ല, ചെറിയ കുപ്പി ഇവിടെ നിൽപ്പുണ്ട്. ഈ ഒരു ഉടുമ്പ് ഉണ്ടോ, വിട്ട പോയത് ഉടുമ്പ്. അടുത്തൊരു കുപ്പി. ഞങ്ങൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ തട്ടിൽ കയറി നമുക്ക് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാം. ചൂണ്ടൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നേരെ വന്നിട്ട് ഈ കണ്ടത്തേക്കൂടെ നടന്ന് പോയിട്ട് ആ ഒരു കണ്ടത്തിൻ്റെ ആ ഒരു വശമില്ലേ, ആ ഒരു വശത്താണ് കളങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കൊണ്ട് വിട്ടിടാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കരയിൽ കയറിയിട്ട് നേരെ ചൂണ്ടയൊക്കെ കിട്ടാം. കൊളുത്ത് സ്റ്റീലിൻ്റെ കൊളുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കൊളുത്താണ്. നല്ല ഷാർപ്പ് കുക്ക് ബാർബാക്കി വന്നതാണ്. മീനടിച്ച് കഴിഞ്ഞാൽ കിടക്കേണ്ടതാണ്. ചെറിയൊരു ടങ്കീസിലാണ് നമ്മൾ കിട്ടണം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല ടങ്കീസ് ഞങ്ങൾ യൂസ് ചെയ്യണം. നല്ല കപ്പാസിറ്റി ഉള്ള ടങ്കീസ് കേട്ടോ. മസൂസി എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനി. ഞാൻ 51 LBയുടെ ടങ്കീസാണത്. നമുക്ക് കെട്ടാനുള്ള വലിയ പാടുകളൊന്നുമില്ല. ഇതിൽ കെട്ടണമെന്ന് വെച്ചാണെങ്കിൽ ഈ ഹോളിൻ്റെ ഉള്ളിൽ കയറ്റുക, ഹോളിനുള്ളിൽ കയറ്റുക, ഒരു ലൂപ്പ് ഉണ്ടാക്കുക. ലൂപ്പ് ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം എടുക്കുക. 1 2 3 4 5 പ്രാവശ്യം എടുത്തേക്കാം. 5 പ്രാവശ്യം എടുത്തേണ്ട തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇടുക. ഒന്നും കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഇടുക. എന്നിട്ട് നേരെ വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ ഇന്ന് നോക്കാം.
വലിച്ച് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇതാണ് കെട്ട്. വേണ്ട കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു വലിയ ആഴമുള്ള സ്ഥലമല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മാക്സിമം ഒരു മീറ്റർ എടുക്കുള്ളൂ. ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത്ര മാക്സിമം നേരെ നമ്മുടെ കൈയുടെ തുമ്പത്ത് നിന്ന് നമ്മുടെ ഇപ്പുറത്തെ ഷോൾഡർ വരെ എടുക്കുള്ളൂ. ഇത്ര എടുക്കുള്ളൂ. ഇത്ര മതി. ഇത്രത്തിന് ആവശ്യമുള്ളൂ. നമ്മൾ ഓരോ പീസിന് കട്ട് ചെയ്യാം. എല്ലാം ഹുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ലോക്കാണ്. എന്നിട്ട് നേരെ ഇതിൻ്റെ കുപ്പിയിലുള്ളിടുക. 2 കറക്കുക. ഇതിൻ്റെ വലി പിന്നെ വലിപ്പമില്ല. പിന്നെ നേരെ മടക്കുക. മടക്കിയിട്ട് നേരെ അവിടെ കുത്തി വയ്ക്കുക. ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതിന് വലിയ ആഴക്കുറവാകും. ടങ്കീസിന് ഒരുപാട് ലെങ്ത് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ മീൻ പെട്ടെന്ന് അടിച്ചിട്ട് നേരെ പുല്ലിനിടയിലേക്ക് കയറി കഴിഞ്ഞാണെങ്കിൽ പിന്നെ വലിയ പാടാണ്. നമുക്ക് വലിയ ചടങ്ങ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി എടുക്കാൻ പറ്റും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായിരിക്കും. ചില നമ്മൾ ഓപ്പൺ ഹുക്കല്ല ഇടുന്നത്. അപ്പോൾ എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ ലോക്കായിരിക്കും. മീൻ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോകുന്നില്ല ഇതിൽ. എന്നാലും ഇത്രയും ഇത് മതി ലാവശ്യം. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഓട്ടോ കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറിയ മാറി പോയി എടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പുല്ലിൻ്റെ അടിയിൽ ഓവറായിട്ട് പോകുന്നില്ല. പിന്നെ ഈ കിടന്ന് ചുരുണ്ട് പോയി കഴിഞ്ഞാലേ ഈ ആമ അങ്ങനെ സാധനങ്ങളൊക്കെ ഈ സാധനത്തിനെ കടിച്ചു വയ്ക്കും. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലുണ്ട് അത് ആമ മൊത്തം കടിച്ച് അതിനെ തീർത്തേക്കണത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഇങ്ങനെ ഓരോന്ന് കെട്ടി ചെയ്തിട്ട് വേഗം സെറ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ. ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നപ്പോൾ അന്നൊരു കാഴ്ച ഉണ്ട്. ഒരു സിലോപ്പിനുണ്ടോ ഉണ്ടോ? അത്ര സൂം ചെയ്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല അടിപൊളി സിലോപ്പിയാണ്. കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം ഇവിടുന്ന് നല്ല ഓട്ടം ഓടുന്നുണ്ട് മീനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു വെട്ട് ഇവിടെ കൊണ്ട് ഇട്ട് വെക്കണം. നമ്മളിപ്പോൾ വെട്ടാനുള്ള കുപ്പയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറ സൈഡിലൊക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. ആ ഏരിയ എന്തെങ്കിലും കാണിച്ചിട്ട് അപ്പോൾ ഏകദേശം അത്യാവശ്യം സമയമായി. നമുക്ക് ഇട്ട് വരുമ്പോൾ തന്നെ നല്ല സന്ധ്യയാവും. അപ്പോൾ മാക്സിമം നമുക്ക് വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് ആയിരുന്നെങ്കിൽ ഇച്ചിരി വേഗം ചെല്ലണം. അപ്പോൾ നേരെ ആ സ്പോട്ടിലോട്ട് പോകും. ഇവിടെ നല്ല കുപ്പിയെല്ലാം പെറുക്കിയിട്ട് നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോകും. ഓക്കെ മനസ്സേ പോലെ ഓക്കെ. നമ്മൾ ആദ്യത്തെ വെട്ട് നമ്മളിത് ഈ കുളത്തിലിടാൻ പോകട്ടോ. ഇവിടെ അത്യാവശ്യം മീനൊക്കെ ഇവിടെ ആക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോൾ ജസ്റ്റ് നോക്കും. അപ്പോൾ ഇത് നമുക്ക് കെട്ടേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെട്ടുന്നതിൻ്റെ പെട്ടെന്ന് പൊട്ടിപ്പോണ സാധനം എടുത്ത് നേരെ ഇങ്ങനെ വട്ടം ഇതിൻ്റെ മേളിൽ കെട്ടുന്നു. ഇത്ര താന്നിടുന്നാൽ മതി. പതുക്കെ കെട്ടിച്ചാൽ കേട്ടോ. ഉരുപ്പേരെ കൊണ്ട് പതുക്കെ കെട്ടിച്ചാൽ മതി. പുല്ല് വെച്ച് കെട്ടി വെക്കണ അത്ര നല്ലതായിരിക്കും. ഇത്രയും താന്ന് കിടന്നാൽ മതി. നമ്മൾ ഇവിടെ എന്തോരം ആഴമുണ്ട് കാര്യം എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു കുപ്പിയും കൂടെ കെട്ടി ഈ ഒരു ബ്രൈഡും കൂടെ കെട്ടി നമ്മളോട് വെക്കുന്നതാണ്. കൊടുക്കി വെള്ളത്തിന് നമ്മളെടുക്കുക. വെള്ളത്തിനെ കോർക്കേണ്ട രീതി സ്റ്റാമിനയൊക്കെ വെള്ളത്തിൽ പോയിട്ടോ. ഈ കറുത്ത പൊട്ട് കണ്ടോ? ഈ കറുത്ത പൊട്ടി കൂടെ വെള്ളത്തിൻ്റെ ഇങ്ങനെ കോർത്തിട്ട് കറക്റ്റ് അപ്പുറത്തെ കറുത്ത പൊട്ടി കൂടെ പുറത്തിടണം. എന്താ നമ്മളിപ്പോൾ ഇടാൻ പോട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട് വെള്ളത്തിൽ കിടന്നത്. ഇപ്പോൾ ഒരു വരമ്പേത കുഴിയാതെ ഞാനിപ്പോൾ തോട്ടി കൂടെ കിടന്ന് നടക്കണത്. ഇത് നമ്മുടെ സ്പോട്ടുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കുറേ കെട്ടുകളില്ലേ, ഈ കെട്ടുകളൊക്കെ നമ്മൾ ഇടണം. ഇതുപോലെ അപ്പുറത്തൊരെണ്ണമുണ്ട്. ആദ്യം നമ്മളിത് ഈ സൈഡിൽ ഇറങ്ങണം കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയി കെട്ടുമ്പോൾ മീൻ അങ്ങോട്ട് ഓടിപ്പെട്ട് നേരെ പുല്ലിൽ പോയി കയറും, ഉടക്കി പോകും. അപ്പോൾ നമ്മൾ സെൻറ്റർ ഇടുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എനിക്ക് പുല്ല് കയറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നതിൻ്റെ കാര്യം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ കറുത്ത പൊട്ടി കൂടെ ഇങ്ങനെ ഓർക്കുന്നു. നേരെ അപ്പുറത്തെ കറുത്ത പൊട്ടി കൂടെ ഉണ്ടോ നമ്മൾ ഇപ്പോൾ ചാവാണ്ട് കിടന്നോളൂ. വെള്ളത്തിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. ഓർക്കുന്നു
നല്ല ഓക്കെ. നീട്ടി എറിഞ്ഞോ? ഓക്കെ. അത് നിൽക്കില്ല. ആ ചെറുതീ അവനാ. ചെറിയ മീൻ അടിക്കാൻ നോക്കാം. ആ വെട്ടിൽ നമുക്കിപ്പോൾ ഒരു മീൻ അടിച്ചായിരുന്നു, പക്ഷെ അവൻ എടുത്തിട്ടില്ല നമുക്ക്. ആ കാണുന്ന വെട്ടിൽ നമുക്ക് ജസ്റ്റ് നോക്കാം, ഇല്ലെങ്കിൽ നമുക്കത് ഇപ്പുറത്തേക്ക് മാറ്റി. നമ്മുടെ ഇത് ലാസ്റ്റ് വെട്ടാട്ടോ, ലാസ്റ്റ് വെട്ട നമ്മൾ ഒരു വെട്ടിട്ടുണ്ടല്ലോ, അതിലൊരു മീൻ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും ജസ്റ്റ് അത് പോയി നോക്കണം. അപ്പോൾ ഇനി ഒരു വെള്ളത്തിയുണ്ട്, അവസാനത്തെ വെട്ടുവാണത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു വെട്ട് നമ്മൾ ഇടണം. ഈ ഒരു വെട്ട് നമുക്ക് അവിടെയോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ മീൻ അടിച്ച സ്ഥലത്തോ എവിടെയും ഇടാം. അത് അടിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ തോന്നല്ല, അടിച്ചിട്ടുണ്ടെങ്കിൽ മൂലയിൽ കയറി ഞാൻ നോക്കാം. നമുക്ക് എന്തായാലും ആ ഒരു അവസാനത്തെ വെട്ട് കൊണ്ടിട്ടിട്ട് നമ്മൾ കയ്യൊക്കെ ഒന്ന് ഫ്രീ ആക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വെട്ടിരുന്ന കണ്ടായിരുന്നോ മീനെ, ഈ പള്ളത്തിനെ കോർക്കുന്നുണ്ടായിരുന്നു. ആ പള്ളത്തിനെ കറക്റ്റ് ആ കറുത്ത പൊട്ടി കൂടെ അപ്പുറത്തെ കറുത്ത പൊട്ടി കൂടെ വന്ന് എടുത്തു കഴിഞ്ഞാണെങ്കിൽ മീൻ എന്തായാലും ചാവില്ല. എങ്ങനെ വന്നാലും പിറ്റേ ദിവസം കാലത്ത് വരെ നല്ല ജീവനുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് വരെ എന്തായാലും നിൽക്കും. അത്യാവശ്യം ഇപ്പം നമുക്ക് കുറച്ച് ജീവൻ കുറവായിരുന്നു മീൻ. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എന്തായാലും മീൻ അടിച്ചോളും, അടിച്ചിരിക്കും. ഇത് എന്തായാലും കുറച്ച് ജീവനുണ്ടെങ്കിൽ മീൻ എന്തായാലും അടിച്ചിരിക്കും. നല്ല ആക്റ്റീവ് ആണെങ്കിൽ അവൻ ഇട്ട വഴിയുന്ന മീൻ എന്തായാലും കീറും. അപ്പോൾ നമ്മൾ ഈ അവസാനത്തെ വെട്ടിട്ട് നമ്മൾ നേരെ എന്തായാലും ഇന്നത്തെ പണി നമ്മൾ നിർത്തണം. ആ ഒരു വെട്ടും കൂടി ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുക. അവിടെ വെട്ടുക, ചെറിയ വെള്ളത്തിൽ വെട്ടിയാൽ മതി. അവസാനത്തെ വെള്ളത്തിൽ മാറിയോളും. മീനാണോ? പള്ളത്തി, ലൈവ് പള്ളത്തി നമ്മുടെ ആദ്യത്തെ വരാല് നോക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ചെറിയ അത്യാവശ്യം വലുതൊന്നുമല്ല, എന്നാലും ഒരു മീഡിയം ഒരു വരാൽ നമുക്ക് കിട്ടുകയാണത്. ഉണ്ടാക്കി വായിക്കും. ഇത് നമ്മുടെ വെട്ടിടിയിലെ പരിപാടി നിർത്തി. നമ്മളെന്തായാലും കാലത്തെ വെളുപ്പിനെ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ അവിടെ തന്നെ പതുക്കെ ഈ കണ്ടത്തിൽ ഇറങ്ങും. എന്തായാലും നമ്മൾ തന്നെ കാലത്ത് ചൂണ്ടകൊണ്ടൊക്കെ വരുള്ളൂ. നമ്മളതൊക്കെ കാസ്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ കാസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 6:30 ആയിരുന്നു കേട്ടോ. 6:30 ആയി. ഇപ്പം നമ്മൾ ഇതിനെ വെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 6:30 ആയി. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഈ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ സമയത്താണ് കൂടുതലും ചേർന്നും വരാലൊക്കെ എന്തായാലൊക്കെ അടിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. അവന്മാർ കുറച്ച് കഴിഞ്ഞിട്ട് നേരെ അതിനെ പൊടിച്ചോളും. ജീവനുണ്ടെങ്കിൽ എന്തായാലും കയറും മീൻ. വള്ളത്തേക്ക് ജീവനുണ്ടെങ്കിൽ എന്തായാലും മീൻ അടിച്ചിരിക്കും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു കളങ്ങളത്. നമ്മളിവിടെ ഒന്ന്
എറിയാനൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആക്ടിവിറ്റിയും കാലത്ത് തന്നെ നല്ല രീതിയിൽ ആക്ടിവിറ്റിയും അതുപോലെ നമുക്ക് നല്ലോണം ടൈപ്പ് മീൻ കയറാറുള്ള സ്ഥലമാണ്. നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് ഇതിൽ ന്യായമായിട്ട് മീനുണ്ട്. എന്തായാലും ഇത് നമുക്കൊരു വെറൈറ്റി മീൻപിടുത്തമാണ്. എന്തായാലും അങ്ങനത്തെ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എന്തായാലും കാലത്ത് എന്തായാലും വരുന്നതാണ്. നാളെ വരാൻ അനസുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഒരു പിടിപാടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളും കൂടെ വരുത്തിച്ചിട്ട് നമുക്ക് എന്തായാലും വീഡിയോ നല്ലതായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ എന്തായാലും ഗോപ്രോ ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് അവരെ കസ്റ്റമർ കെയറിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് കൊടുക്കുമ്പോൾ എന്തോ ഒരു വിഷയമാണ്. റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് നേരെ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ വർക്കാവണില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നേരെ നമ്മൾ മെയിലിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് നമ്മൾ ഇന്ന് അത് കൊണ്ടേ കൊടുത്തേക്കുക. ഇങ്ങനെ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പുതിയ ഗോപ്രോ നമ്മുടെ തിരിച്ചു കിട്ടൂടാം. അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് എടുക്കാൻ വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ഗോപ്രോ ഇല്ലാത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നോക്കാം, മാക്സിമം നോക്കാം കിട്ടുമോ, എന്തുമാത്രം ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ കാലത്ത് തന്നെ എൻ്റെ വെട്ടെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ആ ഒരു ഏരിയയിലാണ് നമ്മൾ പോയിട്ടാണത്. അപ്പോൾ ഇന്നലെ പോയത് ആ വഴി കയറിയാണ് പോയത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഈ കണ്ടംവഴി പോകണം. അപ്പോൾ ഞാനോട് നമ്മൾ ഷൈച്ചേരനെ കാണത്. അപ്പോൾ ഞങ്ങൾ രണ്ടര പോകണം. പിന്നെ അനസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് പോയേക്കാം. അവിടെ നീങ്ങി വരുന്നോറും നമ്മൾ വെള്ളം കൂടിക്കും. അതെ ആഹാ ഇതേണ്ട അതിലൊരു മീൻ അടിച്ചിട്ടുണ്ടോ? ഒറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലപ്പ് കിടന്നാണ്. ഇവിടെ എറിഞ്ഞ കിടും മീൻ മണിയടിച്ച്. ആ മൂല പൊടിമീൻ കയറിയതുണ്ടോ? ഇവിടെ ഒരു മീൻ വെട്ടിയായിരുന്നു. മുടൽ വെട്ട് അത് ആ പള്ളത്തോടെ കറക്റ്റ് ജീവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിച്ചേനെ. ഒന്നുകൂടെ അറിയ മീൻ വന്ന് വടക്കം പറഞ്ഞ് അടിക്കുന്നുണ്ട് ഇതിനൊക്കെ. ഇറങ്ങിക്കോട്ടെ. അതിലും മീനുണ്ടായിരുന്നു. അയ്യോ എൻ്റെ ഈ ചിരിക്കോണമില്ലാത്ത വരാല ചത്തുപോയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു തന്നെ ഒരു 150 ഗ്രാം ഉണ്ടാവും തോന്നുന്നു കേട്ടോ. 150 ഗ്രാമുള്ളൂ. ഉണ്ടോ? ഇത്ര ഉള്ളൂ വരാൽ. നമ്മുടെ ഒരു കൈപ്പത്തിയിൽ അത്ര ഹുക്കിരിക്കണത്, എണ്ണാകിലും അതിൻ്റെ ഹുക്കിരിക്കണത്. എന്തായാലും ഈ റൊട്ടിൽ മീനുണ്ട്, പക്ഷേ കുഞ്ഞു മീനായിപ്പോയി. അന്നേരം അടുത്ത വട്ടം നോക്കാൻ പോയി. ഈ വീട്ടിൽ മീനുണ്ട്. ഈ വെള്ളത്തിൽ പള്ളത്തി അഴിഞ്ഞു പോയായിരുന്നു. നമുക്ക് അടുത്തോട്ട് നോക്കാം ഏതിലെ മീനുണ്ടെന്ന്. കാലത്ത് അങ്ങനെ വെട്ടിയതാണ്. ഈ വീട്ടിൽ പള്ളത്തി ഉണ്ടായിരുന്നു കേട്ടോ. പള്ളത്തി ചത്തുപോയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മീൻ അത് കടിക്കാറ്. പള്ളത്തിനെ കളഞ്ഞേക്കാം. പാണ്ടമന കേട്ടോ. അല്ല പാണ്ടമ്പരാല് ഓക്കെ.
കുഴപ്പമില്ല, അതൊരു 1/2 കിലോൻ്റെ മേലുണ്ട്. ഇതിനെ എടുത്തിട്ടേക്കാം. അമ്മമാരൊന്നും ചൂണ്ടയിലൊന്നും അടിക്കില്ല. ഇനി അവിടെ ഉണ്ട്, പിന്നെ ബാക്കി അപ്പുറത്തേയില്ല. ഇവിടെ വിട്ടിട്ടുണ്ട്, അതുപോലെ എവിടെ വിട്ടണം ഉറപ്പുണ്ട്. കാണാനില്ല, അതിൽ മീനുണ്ടെന്ന് എനിക്ക് തോന്നണം. വെട്ടി കിടപ്പുണ്ട്, പുല്ലൊക്കെ മാറി കിടപ്പുണ്ട്. മീനാണ് വെട്ടി കിടക്കും. കണ്ണനടക്കണം കേട്ടോ, ചെറിയ കാണാൻ പറ്റും. ഇത് നമ്മുടെ അടുത്തൊരു മീൻ കേട്ടോ. ഹുക്കൊക്കെ വന്നിട്ട്, ഹുക്കൊക്കെ ശരിക്കും അതിൻ്റെ അകത്ത ഹുക്ക് വന്നതാണ്. പാലൊക്കെ ഇച്ചിരി കൊപ്പ് നമുക്ക് ഇട്ട് വെക്കാം. പാല കുടിച്ചോളാം, പാല് കുടിച്ചോളാം. ചത്തുപോയി. അല്ല, വെട്ടി മീൻ ചാടി അപ്പുറം അടക്കുക. നമ്മുടെ അടുത്തൊരു മീൻ ഇന്നലെ രാത്രി തന്നെ വെട്ടി കേട്ടോ. രാത്രി തന്നെ വെട്ടിയിട്ട് ഉടക്കി അത് ചത്തുപോയതാണ്. ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. മൊത്തം ചുരുണ്ട് പറഞ്ഞിടക്കുക. കുറച്ചും കൂടെ ലൈൻ കുറച്ചിട്ടുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നമ്മുടെ അടുത്ത മീൻ കേട്ടോ, കുഴപ്പമില്ല, നല്ല മീനാ. എന്താ ഇത്, ഹുക്ക് ഒരിക്കലും പോകൂല. ഹുക്കിരിക്കണ നോക്കി, 8 കിലോ ഹുക്കിരിക്കണത്. കഴിഞ്ഞ് ഒരു 2 വട്ടം കൊണ്ട് നോക്കാറുണ്ട്. നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇതിന് വെള്ളത്തില്ല. ഞങ്ങൾ വിട്ടിട്ട് നേരെ തിരിച്ചു വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. കണ്ടോ, അതേ ഒരു കിളിക്കൂടാന്ന് എനിക്ക് തോന്നണേ. ഒരു കിളി ഒരു കൂട് കൂട്ടിയേക്കണത്. ഇത് ഏത് കിളിയാണ് ഇങ്ങനെ കൂട് കൂട്ടണത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഇത് നമ്മുടെ അവസാനത്തെ വെട്ടാട്ടോ. ഇതിലൊരു മീൻ കിടപ്പുണ്ട്. നമ്മളിന്നലെ ആ സൈഡിലിട്ട് വെട്ടായിരുന്നു. അത് നമ്മൾ രാത്രി നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടായിട്ട് ഇട്ടാട്ടോ. ഇത് വൈകുന്നേരം കയറി വന്നപ്പോൾ ഇവിടെ ഇട്ട് അതിൻ്റെ ഇതിൽ മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എടുത്തോളാം. ചേട്ടേ നിർത്തട്ടെ, ആ ചൂണ്ടയിൽ കൊടുത്ത് ഇറങ്ങി ഞാൻ ചൂണ്ടെടുത്തെടുക്കാം. മീൻ കിടപ്പുണ്ടാകുന്നല്ലോ, ഇതിന് വന്നു കല്ലിൻ്റെ ഇടയിൽ പോയി. മലിഞ്ഞിനാണോ? മലിഞ്ഞിനാണോ ഉണ്ടോ? ശരി, അത് തന്നെ റെഡി. കൊച്ചിനുണ്ട് കരുതണത്. പതുക്കെ വലിച്ചത്. എന്തോ നല്ല മീനാണ്. വീട് ഫുള്ള് കണ്ടിട്ട് എൻ്റെ
നല്ല പിടുത്തം പിടിക്കണത്. മലഞ്ഞില് മലിഞ്ഞോട്ട് അടിച്ചോ. പൊത്തി കയറി കിടക്കുമായിരുന്നു. ഇതേണ്ട നമുക്ക് അടുത്ത കിട്ടിയൊരു മലഞ്ഞിലായിട്ട് ഇടണത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ലൊരു മലഞ്ഞിലായിട്ട് ഇത് ഫുള്ള് വേണം മുന്നോട്ട്. ഉണ്ടോ പെട്ടക്കണം തന്നെ. അത് നേരെ പൊത്തിനുള്ളിൽ കയറിയേക്കുമായിരുന്നു. പൊത്തിനുള്ളിൽ നമ്മൾ വലിച്ചു പറിച്ചെടുത്താണ്. ടൈറ്റ് ആയിരുന്നില്ല, അത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കയറി ഉണ്ടാവില്ല. ഈ കാലത്ത് അങ്ങനെ എടുത്താന്ന് എനിക്ക് തോന്നണേ. ജീവനുണ്ട്, നല്ല ജീവനുണ്ട് കേട്ടോ, നല്ല ആക്റ്റീവാണ്. നമുക്ക് ഇതിനാണ് കവർ ഇട്ടേക്കാം. നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പേർക്കും ജോലിക്ക് പോകേണ്ടതാണ്. ഞങ്ങളെന്തായാലും പതുക്കെ അങ്ങോട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. നമ്മുടെ മലഞ്ഞിൽ